രാജു പി നായർ ഇവിടെ ഇന്ന് കോടതിയിലൊക്കെ വന്നു. ശരിയാണ് ഈ പറഞ്ഞ ശരി. രാജു പി നായർ ഇന്നിപ്പോൾ കോടതിയിലേക്ക് വന്നു. കോടതിയിൽ സംസ്ഥാനം അതിനെക്കൊണ്ട് കഴിയാവുന്ന കണക്ക് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കോടതി ഇതുപോലൊരു പ്രത്യേക സമയത്ത് 4 മാസം കഴിഞ്ഞ് 12ാം ദിവസം കണക്ക് ചോദിക്കുമ്പോൾ ഇന്നാ കണക്ക് എന്നിട്ട് മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. അത് ഒന്നുകൂടി പഠിച്ചിട്ട് പറയാമെന്ന് നേരത്തെ പറഞ്ഞു. അതൊക്കെ തെറ്റ്. പക്ഷേ കോടതിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു. കാരണം എന്താണ്? കോടതി പറയുകയാണ് SDRFന്റെ ഈ തുക പേപ്പറിലല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അത് കേരളത്തോട് പറയുന്നതല്ല, അത് കേന്ദ്രത്തോട് പറയുന്നതാണ്. രാജു പി നായർ, ആഷ്മി, ഈ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഈ കണക്കുകളുടെ സങ്കീർണതയും ഈ അനാവശ്യമായിട്ടുള്ള സാങ്കേതികത്വമൊക്കെ പറയുന്നതൊക്കെ ഒരു പരിധി വരെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളെപ്പോഴും കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് കേന്ദ്രത്തെ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിമർശനം ഉന്നയിക്കുന്നവരാണ്. പാർലമെന്റിൽ ഉന്നയിക്കുകയും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉന്നയിക്കുകയും ഇപ്പോൾ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുമെല്ലാം കേരളത്തിന് സഹായം നൽകാത്തതിനെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവരാണ്. അദ്ദേഹത്തോട് ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസരം വരുമ്പോൾ അദ്ദേഹം ഒന്ന് പറയണം, 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേരളത്തെ സഹായിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്കതിനകത്തൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇടതും വലതും കൂടി ഒരുമിച്ചിരുന്ന് പാസ്സാക്കിയതാണെന്ന് പല പ്രാവശ്യം പറഞ്ഞല്ലോ. അതിലെ ഏത് വകുപ്പാണ് കേരളത്തെ സഹായിക്കാൻ കേന്ദ്രത്തിന് വിലങ്ങുതടിയായിട്ടുള്ളത് എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അഡ്വാൻസ് ആയിട്ട് ഒരു തുക അനുവദിക്കുന്നതിന് കേന്ദ്രത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള വിവേചനാധികാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. അദ്ദേഹം വയനാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു അഡ്വാൻസ് തുക, അടിയന്തര സഹായം ഇത്രയുണ്ട്, ബാക്കി കണക്കുകൾ വരട്ടെ എന്ന് പറയും എന്നായിരുന്നു. അതോടെ നിൽക്കട്ടെ. ഇപ്പം 4 മാസം കഴിഞ്ഞു ഹാഷ്മി. ഞാൻ ഒരു പ്രസ്താവന വായിക്കാം. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാണ്, വയനാട് മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും ദുരിതബാധിതരെ ലോകത്തിന് മാതൃകമായ രീതിയിൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ ഇനിയും കേന്ദ്രത്തെ സമീപിക്കുമെന്നും അത് സർക്കാരിൻ്റെ സംസ്ഥാനത്തിൻ്റെ അവകാശമാണെന്നും നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിയണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാമത്തേനോട് ഞങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണ്. നവംബർ 17 നടത്തിയ ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് ഡിസംബർ 17 680ഓളം കോടി രൂപ ഈ വയനാടിലെ ജനങ്ങളെ സഹായിക്കുന്നതിനു മാത്രമായിട്ട് ഈ ലോകത്തുള്ള മലയാളികളും മറ്റ് സർക്കാരുകളും ഉൾപ്പെടെയുള്ള എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് അവിടെ കിടപ്പുണ്ട്. അല്ലാതെ ബാക്കിയുള്ള തുക കൂടി CMDRFൽ ചേർത്ത് വെച്ചാൽ 1700 കോടി രൂപ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണമായി കിടപ്പുണ്ട്. ഒരിടത്തും ഒരു അനുമതിക്ക് പോകണ്ട. കേരളത്തിൻ്റെ മന്ത്രിസഭ കൂടിയാൽ മാത്രം മതി. കേരളത്തിൻ്റെ മന്ത്രിസഭ കൂടെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സഹായിക്കുന്നതിനുള്ള പണമുണ്ട്. എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇതിന് ഒന്നും ചെയ്യാത്തത്? നവംബർ 17 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ കയ്യും പിടിച്ച് നടത്തിയ പ്രസ്താവന കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല? ഹാഷ്മി, നമ്മളൊക്കെ അവിടെ പോയവരാണല്ലോ. അവിടെ കന്നുകാലികൾ നഷ്ടപ്പെട്ടവരുണ്ട്, അവിടെ ജീവനോപാധികളായിട്ടുള്ള തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് തൊഴിലില്ലാത്ത സാഹചര്യമുണ്ട്, കൃഷിയിടം നഷ്ടപ്പെട്ടവരുണ്ട്, വീട്ടിലെ മുഴുവൻ സാമഗ്രികളും നഷ്ടപ്പെട്ടവരുണ്ട്, ചികിത്സ കഴിയുന്നവരുണ്ട്. ഇവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലടിയിൽ ഇവർക്ക് എന്തു പങ്കാവുള്ളത്? ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്ത് 680 കോടി രൂപ വയനാടിന് വേണ്ടി മാത്രം ലഭിച്ചപ്പോൾ 7.5 കോടി രൂപ മാത്രമാണ് അവിടെ ചെലവഴിച്ചത്. 7.5 കോടി കഴിഞ്ഞ് ബാക്കി 670 കോടി രൂപയുടെ അടുത്ത് ഈ സർക്കാരിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പണം ഒരു പ്രശ്നമല്ല. അവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്ക്, തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക്, കന്നുകാലികളെ നഷ്ടപ്പെട്ടവർക്ക്, പശുക്കളെ നഷ്ടപ്പെട്ടവർക്ക് ഈ ഒരു പാക്കേജ് ഉണ്ടാക്കി ആ പശുവിനെയും തയ്യൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തയ്ച്ചും പാല് കറന്നും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ലേ ഹാഷ്മി? അവിടെ കൃഷിയിടങ്ങളുണ്ടായിരുന്നു. കൃഷിയിടത്തിൽപ്പെട്ട ഈ കർഷകർ ഇതിനകത്ത് ഉൾപ്പെടാത്തവരുണ്ട്. അവരുടെ കൃഷിയിടങ്ങളിൽ ഇന്ന് കാപ്പിയും ഏലവും ഉൾപ്പെടെ കായ്ച്ചു കിടക്കുകയാണ്. അവർക്കിത് പറിച്ചെടുത്താൽ അവർക്ക് അവരുടെ ഒരു വരുമാനം ലഭിക്കും. ഹാഷ്മി, സത്യം അറിയോ എന്താണെന്നുള്ളത്? ഈ പാവപ്പെട്ട മനുഷ്യർ എല്ലാ ദിവസവും മേപ്പാടിയിൽ റവന്യൂ ഓഫീസിന്റെ മുന്നിൽ ചെല്ലണം. റവന്യൂ ഓഫീസിന്റെ മുന്നിൽ ചെന്നാൽ അന്നത്തേക്കുള്ള പാസ് കൊടുക്കും. ആ പാസ് എത്ര കൊടുക്കുന്നോ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകണം. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവിടെ കയറി ഈ പ്രൊഡ്യൂസ് എടുക്കാനുള്ള അവകാശം കൊടുത്താൽ അവർ വന്ന് അത് പറിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ലേ? ഈ പറയുന്ന ചെറുകിട വ്യാപാരികളുടെ സ്റ്റോക്ക് മുഴുവൻ ഒലിച്ചുപോയവർ, അവരെ സഹായിച്ചാൽ അവർ ആ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള കാര്യം ചെയ്യില്ലേ? ഈ കേന്ദ്രവും സർക്കാരും കൂടി സംസ്ഥാന സർക്കാരും കൂടി പറയുന്ന കണക്കുകൾക്കിടയിൽ എവിടെയാണ് ഈ മനുഷ്യർ?
അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ, നിലവിൽ ആ പാട്ടക്കരാറുമായി ബന്ധപ്പെട്ട് കേസുകളുള്ള സ്ഥലത്ത് ഇവർ ഏറ്റെടുക്കാൻ ചെന്നിരിക്കുകയാണ്. അവിടെ ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേസുകൾ കോടതിയിൽ കിടക്കുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വെച്ച് ബലമായിട്ട് ആ സ്ഥലം ഏറ്റെടുക്കാൻ പോയി. സർവകക്ഷി യോഗത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണല്ലോ, സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നത് ഒരു വ്യവഹാരത്തിലേക്ക് കടക്കാതെ ഏറ്റവും അടിയന്തരമായി ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി ഒരു ചോദ്യം, അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ ഇന്ന് സാമ്പത്തികം തടസ്സമാണോ? കർണാടക സർക്കാർ 100 വീട് വാഗ്ദാനം ചെയ്തു ഇല്ലേ? ആ കർണാടക സർക്കാർ 100 വീട് വാഗ്ദാനം ചെയ്തിട്ട് സ്ഥലം കൊടുക്കാത്തതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഞങ്ങൾ വേണമെങ്കിൽ സ്ഥലം മേടിച്ചോളാം. ആ സിദ്ധരാമയ്യെ ഇന്നലെ ഞാനും കൂടി ഉണ്ടായിരുന്ന ചർച്ചയിൽ CPMന്റെ പ്രതിനിധി വിളിച്ചെന്ന് അറിയോ? വർഗവഞ്ചകൻ, അല്പത്തരം കാണിച്ചു, വഞ്ചകൻ, BJPക്ക് വേണ്ടി ഇപ്പൊ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒരു കത്തയച്ചു എന്ന് പറഞ്ഞ മര്യാദ കെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസ് വീട് വാഗ്ദാനം ചെയ്തു രാഹുൽ ഗാന്ധി, മുസ്ലിം ലീഗ് CPM ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മുസ്ലിം പറയുകയാണ് ഈ പറഞ്ഞ സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ ഇനി കാത്തു നിൽക്കുന്നില്ല, ഞങ്ങൾ വീട് തുടങ്ങാൻ പോകുന്നൊക്കെ പറയും. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഞാൻ അങ്ങയിലേക്ക് എത്താം.